മന്ത്രി ശ്രീ വി.എൻ. വാസവനാണ് ആദ്യം ചേരുന്നത്. അദ്ദേഹം അവിടെ ഉണ്ട്. 8:30 ഇന്ന് മന്ത്രിമാരുടെ യോഗമുണ്ട് രാത്രിയിൽ. അതിനു മുമ്പ് അദ്ദേഹം പോകേണ്ടതുണ്ട്. ആ സമയത്ത് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ അതിനെ ഏകോപിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭയിലെ 9 മന്ത്രിമാരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗമുണ്ടായിരുന്നു. ഇതെല്ലാം അടങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം വൈകുന്നേരം ഉണ്ടായിരുന്നു. അതിലൂടെ ഓരോ കാര്യങ്ങളും മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലുള്ള പ്രവർത്തനങ്ങളെ പൊതുവായി വിലയിരുത്തിക്കൊണ്ട് മന്ത്രി തന്നെ ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വി.എൻ. വാസവനിലേക്ക്. ശ്രീ വി.എൻ. വാസവൻ, ഇന്ന് മന്ത്രിസഭാ യോഗം കൂടി ഉണ്ടായിരുന്നു. വൈകിട്ട് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ അതിൽ പുരുഷന്മാരെത്ര, എത്ര പേരെയാണ് കാണാൻ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുള്ളത്, കാണാതായവരുടെ എണ്ണം, ഇതെല്ലാം സംബന്ധിച്ച കണക്കുകളൊക്കെ സർക്കാർ ഇതുവരെ ലഭ്യമായതൊക്കെ മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഏതാണ്ട് 82 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ വയനാട് ജില്ലയിൽ ആകെ നിലവിൽ ഉള്ളത്. ഈ 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 817 ആളുകളാണ് ഇപ്പോഴുള്ളത്. അതിൽ തന്നെ 19 പേർ ഗർഭിണികളാണ്. മേപ്പാടിയിൽ 8 ക്യാമ്പുകളുണ്ട്. മൊത്തം 421 കുടുംബങ്ങളിലായി 1486 പേർ ഈ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. നാടാകെയും അവരെ സഹായിക്കുന്നതിന് വേണ്ടി സന്നദ്ധമായി നിൽക്കുകയാണ്. പക്ഷേ അത് നിയന്ത്രിക്കുന്നുണ്ട് സർക്കാർ. കാരണം വലിയ തോതിൽ ഒക്കെ ആളുകൾ അങ്ങോട്ടേക്ക് കാര്യങ്ങൾ, സംഭാവനകൾ അല്ലെങ്കിൽ ഒക്കെ സാധനങ്ങൾ അയച്ചാൽ അവിടെ ആവശ്യം എന്താണ് എന്നറിഞ്ഞ് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് ആ നിലയിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പൂർണ്ണ സജ്ജമാണ് എന്നും മുഖ്യമന്ത്രി ഇന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ നടത്തിവരുന്ന തെരച്ചിലാണ് മിനിസ്റ്റർ. അതിന് കനത്ത മഴ പലപ്പോഴും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പാലം ഇന്ന് ബെയിലി പാലം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പണി നടന്നു വരുന്നു രാത്രിയിലും. അതിനിടയിൽ ഇന്നലെ രൂപീകരിച്ച താൽക്കാലിക പാലം തന്നെ തകർന്നു പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതും നമ്മൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ഈ പ്രവർത്തനങ്ങളെ ആമുഖമായി എങ്ങനെയാണ് മിനിസ്റ്റർ വിലയിരുത്തുന്നത്, ഇന്നത്തെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങളെ? ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ സംഘം 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വിവിധ മേഖലകളിലേക്ക് ദൗത്യസംഘം നീങ്ങിയിരുന്നു. അതിൽ സൈന്യമുണ്ട്, അതോടൊപ്പം NDRF ഉണ്ട്, ഫയർഫോഴ്സുണ്ട്, പോലീസുണ്ട്, സന്നദ്ധ സേനയുണ്ട്, മറ്റ് രക്ഷാദൗത്യത്തിലേർപ്പെടുന്ന വിഭാഗങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ 4 ഗ്രൂപ്പുകളായി തരംതിരിഞ്ഞ് വിവിധ മേഖലകളിലേക്ക് തെരച്ചിൽ വ്യാപകമാക്കി മുന്നോട്ട് പോയതിൻ്റെ ഫലമായി ഇന്ന് ഒട്ടേറെ ബോഡികൾ കൂടി കണ്ടെത്താനായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കണക്ക് പറയുമ്പോൾ 100-125 എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അത് വലിയ രൂപത്തിൽ പെരുകി ഇന്നിപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്ക് വരുന്ന ഘട്ടത്തെത്തുമ്പോൾ 256 ആയിട്ടുണ്ട്. അവിടെയും നിൽക്കില്ല, ഇനിയും അതിന് മുകളിൽ വരുമെന്നുള്ളതാണ് അവസാനത്തെ സൂചനകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകല് പല ഘട്ടങ്ങളിലായി മഴ പെയ്തു. അതും അതിതീവ്ര മഴ തോന്നിക്കാവുന്ന രൂപത്തിൽ 2 സമയത്ത് പെയ്തു. ഈ സമയത്തൊക്കെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, സൈന്യം ബെയിലി പാലം നിർമ്മിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിലാണ് വലിയ രൂപത്തിൽ വീണ്ടും ഈ മഴ പെയ്തു. പിന്നീട് അതിനൊരു വിഷമകരമായ സാഹചര്യം ഉണ്ടായത് പ്രധാനമായും ചില VVIPകളുടെ ഒക്കെ വരവും മറ്റു ചില ട്രാഫിക് കൺജസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയും വന്നപ്പോൾ ഈ ബെയിലി പാലത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വന്ന ലോറികൾ വഴിക്ക് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത് പിന്നീട് ഞങ്ങൾ ഇടപെട്ട് പോലീസും അതേപോലെ തന്നെ ബന്ധപ്പെട്ട ട്രാഫിക് സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന കൂട്ടരുമായി ചർച്ച ചെയ്ത് അടിയന്തരമായി ചില പ്രവൃത്തി സംഘടിപ്പിച്ചതിനെ തുടർന്നാണ് പിന്നീട് ആ ലോറി യഥാർത്ഥ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് ആ മെറ്റീരിയൽസ് എത്തിക്കാൻ കഴിഞ്ഞത്. അത്തരം ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടായി എന്നുള്ളതൊഴിച്ചാൽ സൈന്യം തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങളോട് അതിൻ്റെ എൻജിനീയേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചു. എന്തു വന്നിരുന്നാലും വൈകിട്ടാകുമ്പോഴേക്കും ആളുകളെല്ലാം ഒഴിയുമല്ലോ, ഞങ്ങൾക്കിപ്പോൾ LCTക്കാർ ലൈറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ രാത്രിയിലും ഇതിൻ്റെ നിർമ്മാണം തുടരും എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ സൈന്യത്തിലെ എൻജിനീയർ തലവൻ ആലപ്പുഴക്കാരൻ അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം അത്തരത്തിൽ സൈന്യം ഈ കാര്യത്തിൽ ആ പാലം തീർക്കാനുള്ള പരിശ്രമത്തിലേക്ക് വരികയാണ്. അത് തീരേണ്ടതിൻ്റെ ഒരു ആവശ്യം എന്തെന്ന് ചോദിച്ചാൽ, ആ പാലം തീർന്നെങ്കിൽ മാത്രമേ JCBയോ
അതല്ലെങ്കിൽ ഹിറ്റാച്ചിയൊക്കെ അതുവഴി അപ്പുറത്ത് കടത്തി ഇപ്പം മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ഡെഡ് ബോഡികൾ വീണ്ടെടുക്കാൻ കഴിയും. ചില കെട്ടിടങ്ങളും മണ്ണിനടിയിൽ പോയിട്ടുണ്ട്. അത് പൊക്കിയെടുക്കണമെങ്കിൽ JCB വേണം, അല്ലെങ്കിൽ ഹിറ്റാച്ചി വേണം. ഇതെല്ലാം അക്കരയ്ക്ക് കടത്തണമെങ്കിൽ ഈ പാലം അനിവാര്യമാണ്. അപ്പോൾ ഈ പാലം ഒരു സുപ്രധാന ഘടകമാണ് തുടർന്നുള്ള രക്ഷാദൗത്യത്തിന് എന്ന കാര്യമാണ് എടുത്തു സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഇതുവരെയുള്ള തടസ്സങ്ങളെല്ലാം നീക്കി രാത്രിയിൽ നിർമ്മാണം തുടരുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അതിൻ്റെ അവസാന രൂപം അറിയിക്കാനുള്ളത്. വൈകുന്നേരവും 1-2 മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലമ്പൂരിൽ സൂക്ഷിച്ചിരുന്ന 38 മൃതശരീരങ്ങളുണ്ട്. ചാലിയാർ പുഴ വഴി ഒഴുകിയെത്തിയ മൃതശരീരങ്ങളാണ്. ആ മൃതശരീരങ്ങൾ മേപ്പാടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ഞങ്ങൾ മേപ്പാടിയിൽ നിന്ന് വൈകുന്നേരം എത്തുമ്പോഴേക്ക് ഏതാണ്ട് 12 ആംബുലൻസ് എത്തിച്ചേർന്നിരിക്കുന്നു. അതിൽ 6 പേരുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. 4 എണ്ണം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ചിന്നിച്ചിതറിയ ഒരു ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് വിഷമകരമായ സാഹചര്യം. അത് DNA ടെസ്റ്റ് നടത്തിയെങ്കിൽ മാത്രമേ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ആരുടേതാണെന്ന് തിട്ടപ്പെടുത്താൻ കഴിയൂ. അതിനുവേണ്ടിയുള്ള ശ്രമത്തിന് അത് അയക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നിലമ്പൂരിലുള്ള ബോഡി കൂടി മേപ്പാടിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ക്രമീകരണം ഉറപ്പാക്കി അത് മുഴുവൻ ഇവിടെ കൊണ്ടുവരും. 100 കണക്കിന് ആളുകളാണ് ഉറ്റവരും ഉടയവരുമായി തങ്ങളുടെ ബോഡിയെ പറ്റു ബന്ധുക്കളുടെയാണോ എന്ന് അറിയാൻ വേണ്ടി ഫോട്ടോയൊക്കെയായി കാത്തു നിൽക്കുന്നത്. വളരെ ഹൃദയഭേദകമായ രംഗമാണ്. ഞാൻ ആ മോർച്ചറിയിൽ ആ ബോഡി കൊണ്ടുവന്ന് മറ്റേ മോർച്ചറിൽ കിടത്തിക്കഴിഞ്ഞപ്പോൾ കണ്ടു. അതിൽ നമുക്ക് ഒന്നേ നോക്കാൻ പറ്റുള്ളൂ, പിന്നെ നോക്കാൻ പറ്റില്ല. കാരണം പല ബോഡികളുടെയും അവശിഷ്ടങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും ചിഹ്നിച്ചിതറിയ രൂപത്തിലാണ്. അത്ര ഹൃദയഭേദകമായ രംഗമാണ്. പിന്നെ നിലമ്പൂരിൽ നിന്ന് ചാലിയാർ പുഴ വഴി ഒഴുകി വന്ന മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടപ്പോൾ കാണാൻ കഴിഞ്ഞത്. പിന്നീട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് വേണ്ടുന്ന ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും ആവശ്യമായ സാഹചര്യം കുടിവെള്ളമൊക്കെ എത്തിക്കുന്ന പ്രക്രിയ അത് കൃത്യമായി വരുന്നുണ്ട്. ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഞങ്ങൾ 6 മന്ത്രിമാരുണ്ടായിരുന്നു. ഇന്ന് 3 മന്ത്രിമാരിവിടെ വന്ന് ഞങ്ങൾ 9 മന്ത്രിമാർ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പ്രവർത്തന രംഗത്ത് എല്ലാ ക്യാമ്പുകളിലും അതോടൊപ്പം തന്നെ ആശുപത്രിയിലും കഴിയുന്നവരെ കാണാനും അവരെ ആശ്വസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏകീകരിച്ച് മുന്നോട്ട് പോകുന്ന പ്രവർത്തനത്തിലും ഇടപെടുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ സമയങ്ങളിലും ഓരോ മണിക്കൂറിനുള്ളിൽ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും സമയാസമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മുൻകരുതലുകൾക്ക് വേണ്ട നിർദ്ദേശം തരികയും എല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രായോഗിക രൂപം ഉറപ്പാക്കി പരാതിക്കിടവരാത്ത രൂപത്തിൽ എല്ലാ വിഭാഗം ആളുകളും ഇതുവരെ ചെയ്ത പ്രവർത്തനത്തിൽ ഗവൺമെൻറ് ഈ നീക്കം യുദ്ധകാലാടിസ്ഥാനത്തിൽ വലിയ രൂപത്തിലുള്ള അഭിപ്രായം ജനങ്ങൾ ഉയരത്തക്ക രൂപത്തിലേക്ക് ആ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നെടുത്ത് പറയുകയാണ്. അത്തരത്തിൽ ഇന്ന് രാവിലെ ക്യാബിനറ്റ് ചേർന്നിരുന്നു. ആ ക്യാബിനറ്റ് ചേരുമ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രാധാന്യമെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അത് അപ്പോഴെ നടപ്പാക്കുന്ന രൂപത്തിലേക്ക് ഞങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുത്തിരുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ രാവിലെ 10:30 മണിയോടുകൂടി ഇവിടെ ഞങ്ങൾ നിലവിലുള്ള മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും യോഗം ചേരും. അതിനുശേഷം 11:30 മണിക്ക് സർവകക്ഷി സമ്മേളനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. തുടർന്ന് ഭാവി കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബഹുജനാഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം നാളെ തീരുമാനിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ആ യോഗം നിർദ്ദേശിക്കപ്പെട്ടുള്ളത്. പിന്നീട് ഇന്ന് ക്യാബിനറ്റ് ചേരുമ്പോൾ തന്നെ ഈ കാര്യങ്ങളിൽ നമ്മുടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെയും ഒരു കുറവും വരാതെ ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം, കിട്ടിയ ഡെഡ് ബോഡികളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് ബന്ധപ്പെട്ട ആളുകൾക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിട്ടുകൊടുക്കുക. ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ബോഡികളെ സംബന്ധിച്ചുള്ള ഇനിയും ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ അല്പസമയം കൂടി ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരുന്നതിന് ശേഷമേ മറവിയാവൂ. എല്ലാം ആരും വരുന്നില്ലാത്തൊരു പശ്ചാത്തലത്തിയാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച് അവരുടെ ഉത്തരവാദിത്തത്തിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്ന രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ തന്നിരുന്നു. ഞങ്ങളതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇതുകൂടാതെ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചോളം ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവർക്കുള്ള വേദനാജനകമായ അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കുമ്പോൾ അവരുടെ കാലിലെ മുറിവോ അവരുടെ ശരീരത്തിലുണ്ടായ മാരകമായ മുറിവോ വ്രണമോ വേദനയോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. പക്ഷേ അവരെല്ലാം മാനസികമായി തളർന്ന് ഒരുപക്ഷെ ഇനി അവർ പഴയ ഓർമ്മകളിലേക്കും പഴയതുപോലെ ആകണമെങ്കിൽ ഒരു കൗൺസിലിംഗ് അടക്കം കൊടുക്കണം എന്നൊരു തീരുമാനം, അതിനുള്ള നിർദ്ദേശവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു തന്നു. അതിനുള്ള ടീമിനെ തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അതോടൊപ്പം ആശുപത്രി കഴിയുന്നവർക്ക് ആർക്കെങ്കിലും ഉന്നത ചികിത്സകൾ ആവശ്യമുണ്ടെങ്കിൽ അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്.
ഇപ്പോൾ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി എല്ലാ ആധുനിക സംവിധാനത്തോടും കൂടി ഇപ്പോൾ ഇന്നലെ തന്നെ 16 വെന്റിലേറ്റർ അവർക്ക് കൊടുത്തു കഴിഞ്ഞിരുന്നു. അവർ 7 എണ്ണമായിരുന്നു ആദ്യം ആവശ്യപ്പെട്ടത്. ആ സൗകര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ICUയിലുള്ളവരുടെ നിലയെല്ലാം വളരെ സുരക്ഷിതമായി ബന്ധപ്പെട്ട നിലയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. 90-ൽ പരം ആളുകൾ ഇനിയും ആശുപത്രിയിലുണ്ട്. 156 പേരെയായിരുന്നു അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. ബാക്കിയുള്ളവർ മേപ്പാടിയിലും ഉണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ ആശുപത്രികളായി കഴിയുന്നവർക്ക് എല്ലാ തരത്തിലുള്ള മരുന്നും ചികിത്സയും ഭക്ഷണവും ഉറപ്പാക്കാൻ ആവശ്യമായ ക്രമീകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇവിടെ 8 എണ്ണമാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആ 8 ക്യാമ്പുകളിലും ഞങ്ങൾ ഇന്ന് രാവിലെ മന്ത്രിമാർ 2 ഗ്രൂപ്പുകളായി തരംതിരിഞ്ഞ് ഞങ്ങൾ 2 ടീമായി നീങ്ങിയിരുന്നു. എല്ലാ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയും പോയി കാണുകയുണ്ടായി. അവരുടെ വിഷമതകൾ കേട്ടു. അവർക്ക് ഭക്ഷണവും മരുന്നും വസ്ത്രവും ക്രമമായി കിട്ടുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. ഭാവിയിൽ അവരുടെ വീടൊക്കെ സംബന്ധിച്ച് ആശങ്കകളാണുള്ളത്. അത് ഭാവി പരിഹരിക്കാൻ ഗവൺമെൻറ് എല്ലാം കൂടെ ഉണ്ട് എന്നുള്ള അവരോട് പറഞ്ഞു. അവരേറെ സംതൃപ്തരായി കണ്ടു അത്തരമൊരു ഘട്ടത്തിൽ. പിന്നീട് നമ്മുടെ നിലമ്പൂരിൽ നിന്ന് വരുന്ന ബോഡി വേർതിരിച്ച് കൊടുത്ത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നു. പരാതി കൂടാതെ അതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോൾ തന്നെ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് സന്നദ്ധ സംഘടനകളും അതേപോലെ തന്നെ രക്ഷാദൗത്യവുമായി വരുന്നുണ്ട്. പല രൂപത്തിൽ സാധന സാമഗ്രികളുമൊക്കെയായി ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അതിൽ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പഴയ സാധനങ്ങളൊന്നുമായി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല. ബന്ധപ്പെട്ട കളക്ട്രേറ്റുകൾ മുഖാന്തരം സാധനങ്ങൾ കേന്ദ്രീകരിച്ച് കൊടുക്കുക, അവിടെ കളക്ട് ചെയ്ത് കളക്ടർമാർ മുഖാന്തരം അതിവിടെ എത്തിക്കുക. ആ തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനമാണ് വേണ്ടത് എന്ന കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊരു കാര്യം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും തടസ്സമായി വരുന്നൊരു ഘടകം അനാവശ്യമായി ആളുകൾ ഒഴുകിയെത്തി വാഹനങ്ങളുടെ ഒരു ബാഹുല്യം വരുമ്പോൾ യഥാർത്ഥത്തിൽ ആംബുലൻസുകൾക്ക് കൃത്യസമയത്ത് എത്താനും ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ബെയിലി പാലത്തിന് ആവശ്യമായ മെറ്റീരിയൽസ് എത്തിക്കുന്നതിന് വേണ്ടി തടസ്സമൊക്കെ ഉണ്ടാകുന്ന ഘട്ടം ഈ തരത്തിലുള്ള വാഹനങ്ങളുടെ ബാഹുല്യമാണ്. അത് ഇന്ന് നിയന്ത്രിക്കാൻ വേണ്ടി കളക്ടർ തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ മാറ്റങ്ങളുണ്ടായി മുന്നോട്ട് പോകും. പിന്നെ ഇന്ന് ഞങ്ങൾ ക്യാബിനറ്റ് കൂടുമ്പോൾ പ്രത്യേകമായൊരു തീരുമാനമെടുത്ത് മന്ത്രിമാരെല്ലാം 1 മാസത്തെ ശമ്പളം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചു എന്ന സുപ്രധാനമായ തീരുമാനം നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇന്ന് ഞങ്ങൾ കൂടിയാലോചിച്ച കാര്യങ്ങളിൽ വന്നിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. അപ്പോൾ പൊതുവിൽ നമുക്കിവിടെ ഒരു കുറവും വരാത്ത രൂപത്തിൽ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ നിരവധി ദുരന്ത ഭൂമികളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പോയിട്ടുള്ള ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. തേക്കടി ദുരന്തം ഉണ്ടായപ്പോൾ, ശബരിമല സ്റ്റാമ്പേഡ് ഉണ്ടായപ്പോൾ, കുമരകം ബോട്ടവളം ഉണ്ടായപ്പോൾ, അതേപോലെ തന്നെ കൂട്ടിക്കൽ ദുരന്തം ഉണ്ടായപ്പോൾ, കടുവാപ്പാറ ബസ് അപകടം ഉണ്ടായപ്പോൾ, ഇങ്ങനെയുള്ള ദുരന്ത ഭൂമികളിലെല്ലാം നൂറുകണക്കിന് ആളുകൾ മരിച്ച സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. ഇതുപോലെ ഇത്രയേറെ മനസ്സിനെ വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായ ഒരു ദുരന്തം സമാനതകളില്ലാത്തത് ആദ്യമായിട്ടാണ് ഒരുപക്ഷെ കേരളം. മിനിസ്റ്റർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നാട് കണ്ട, കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണിത്. താങ്കൾ പറഞ്ഞ പോലെ താങ്കൾ ഒരുപാട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, മന്ത്രി എന്നതിനും അപ്പുറം ഒരുപാട് ഇതുപോലത്തെ അപകട സന്ധികളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി പോയിട്ടുള്ള അനുഭവമുള്ള ഒരാളാണ്. നമ്മൾ നേരത്തെ അതൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. ഈ മന്ത്രിമാർ, ഇത്രയും അധികം മന്ത്രിമാർ അവിടെ വിവിധ ടീമുകളായി തിരിഞ്ഞ് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമ്മൾ കേരളം ഈ കാര്യത്തിൽ കഴിഞ്ഞ് ഇന്നലെ ആവട്ടെ ഇന്നാവട്ടെ ഏറ്റവും അധികം എല്ലാവരും ഈ വലിയ ദുരന്തത്തിലും അല്പം ആശ്വാസം കാണുന്നത് നമുക്ക് എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ച് നിർത്താനായി എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളം ഇപ്പോൾ വളരെ മുൻകൂട്ടി തന്നെ കേരളത്തിൻ്റെ ഈ കാലാവസ്ഥ, ഈ മഴക്കാലത്തുണ്ടാകാവുന്ന അപകടങ്ങളെ കണ്ടുകൊണ്ട് കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ ദേശീയ ദുരന്ത നിവാരണ സംഘത്തിൻ്റെ NDRFൻ്റെ സംഘത്തെ കേരളത്തിന് ലഭ്യമാക്കിയിരുന്നു. കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടിരുന്നു. 9 NDRF സംഘം വേണമെന്നാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. വയനാട് ജില്ലയിൽ ഒരു സംഘത്തെ സർക്കാർ മുൻകൂറായി തന്നെ വിന്യസിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെത്ര ശ്രദ്ധയോടെ ഓരോ കാര്യത്തെയും ശ്രദ്ധിച്ചു പോകുന്നു എന്നുള്ളതാണ്. മനുഷ്യ, എൻ്റെ ഒരു ചോദ്യം, ഈ മന്ത്രിമാർ നിങ്ങളെല്ലാവരും അവിടെ ഇന്നും ഇന്നലെയുമായി ഏകോപിച്ച് പ്രവർത്തിക്കുമ്പോൾ വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു അനുഭവം, ആ തീരുമാനം, ആ ഇടപെടൽ, അത് ആ പ്രദേശത്ത് ആ സമയത്തുണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റം, ആശ്വാസം, ആ നിലയിൽ ഇടപെടാൻ കഴിഞ്ഞതിൻ്റെ ഒരു അനുഭവം കൂടി പങ്കുവെക്കാമോ? കാരണം ഇത്തരം പ്രവർത്തനങ്ങളുടെ ഒരു സാധ്യത എന്താണ്, എങ്ങനെയാണ് ഇതിലേക്കൊക്കെ നമുക്ക് എത്താനാകുന്നത് എന്നത് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അത്തരം വ്യക്തിപരമായ ഒരു അനുഭവത്തെക്കുറിച്ച് ചോദിക്കുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, അതായത് ഈ പറഞ്ഞ മുണ്ടക്കൈയുണ്ട്, മേലെ മുണ്ടക്കൈയുണ്ട്, അതുപോലെ പുഞ്ചിരിമറ്റമുണ്ട്. ഇതിൻ്റെ
പ്രഭവ കേന്ദ്രം ഈ ഉരുൾപൊട്ടലിൻ്റെ. ഇത്തരം പ്രദേശങ്ങളൊക്കെയാണ് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയത്, തകർന്നടിഞ്ഞ പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങൾ അവിടേക്ക് അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? അവിടേക്ക് ഇന്ന് എത്രമാത്രം രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാനായിട്ടുണ്ട്, തെരച്ചിൽ നടത്താനായിട്ടുണ്ട്? ആ ഒരു അറിവും കൂടി അനുഭവം കൂടി പറയാമോ? മന്ത്രിമാരെല്ലാം കേന്ദ്രീകരിച്ച് ചുമതലകളിൽ വ്യാപൃതരായി മുന്നോട്ട് പോയതിൻ്റെ ഫലമായി ഒരു കുറവും വരാതെ ഓരോ രംഗത്തും സമയോചിതമായി സന്ദർഭോചിതമായി ഇടപെട്ട് ഓരോ പോരായ്മകളും അപ്പം തന്നെ പരിഹരിച്ചു പോകുന്നു എന്നത് നന്നായി ഇവിടുത്തെ ജനങ്ങൾക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ജനങ്ങളാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതുവരെ ഒരവസരം പോലും ഇത്ര വലിയ രൂപത്തിലുള്ള രക്ഷാദൗത്യവും ഇത്രയും ആയിരക്കണക്കിന് ആളുകൂടി എത്തിച്ചേർന്നിട്ടും ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതിരുന്നത് അത്രത്തോളം ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഞങ്ങളിതെല്ലാം ഏകോപിപ്പിച്ച് മുന്നോട്ട് നീങ്ങിയതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും വലിയ വിശ്വാസമായി ഗവൺമെൻറ് കൂടെയുണ്ട്. ഇന്നലെ തന്നെ 100 പേര് കുടുങ്ങിക്കിടന്നിരുന്ന് ഇപ്പുറത്ത് കൊണ്ടുവരാൻ സഹായിച്ച ഒരു ഇടപെടൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ സമയത്ത് ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായ എല്ലാ സംവിധാനവും ഒരുക്കി തരുന്ന ഇടപെടൽ നടത്തിയതിൻ്റെ ഫലമാണ്. അത് വലിയ രൂപത്തിൽ ഒരു ചർച്ചയായിരുന്നു അപ്പം തന്നെ. അങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തുന്ന 1500 പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. എത്തിപ്പെടാൻ കഴിയാതിരുന്ന ചില മേഖലകളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു. ഏറ്റവും അവസാനമായിട്ട് ഞാനൊരു ഉദാഹരണം എടുത്ത് ചൂണ്ടിക്കാണിക്കട്ടെ. അട്ടമലയിൽ 400 വീടുകളിൽ ഈ 4 മണി കഴിഞ്ഞപ്പോഴേക്ക് വൈദ്യുതി എത്തി. ഉരുളുപൊട്ടിയൊരു സ്ഥലത്ത് ഒന്ന് ആലോചിക്കണം. ഈ ഉരുളുപൊട്ടിയ മേപ്പാടി പഞ്ചായത്തിൻ്റെ മുണ്ടക്കൈ, അതേപോലെ തന്നെ ചൂരമല, അതുപോലെ അട്ടമല, ഈ പ്രദേശങ്ങളിലായിരുന്നു പ്രധാനപ്പെട്ട ഉരുൾപൊട്ടലുണ്ടായത്. ഈ പ്രദേശത്തെ എല്ലാം വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ച് റോഡുകൾ താറുമാറായി എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്നിടത്ത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ഗവൺമെൻറ് ആക്ട് ചെയ്തതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ആ അട്ടമലയിൽ വൈകുന്നേരം 4 മണി എത്തിയപ്പോഴേക്ക് 400 വീടുകൾ വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. സൈന്യം സംശയിച്ചത് തങ്ങൾക്ക് വെളിച്ചമില്ലാതെ വൈകിട്ടത്തെ പ്രവർത്തനം നടത്താൻ വിഷമമാകില്ലേ എന്നാലോചിച്ചിരുന്ന സൈന്യത്തിന് കൃത്യമായി അവിടെ വെളിച്ചം എത്തിച്ച് ഇന്ന് വൈകിട്ടത്തെ പ്രവർത്തനം നടത്താൻ ആവശ്യമായ ക്രമീകരണം വൈദ്യുതി ബോർഡ് ഉറപ്പാക്കി. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരൊക്കെ ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്ത് അത് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മന്ത്രിമാരുടെ ഇടപെടലൂടെ വന്നപ്പോഴേക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കുകയുള്ളൂ. അത്രത്തോളം നല്ല രൂപത്തിലുള്ള രക്ഷാദൗത്യം ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായി. അതിനെ ഏകോപിപ്പിച്ച് മുന്നോട്ട് വന്നു എന്നത് ആർക്കും ആക്ഷേപമില്ലാതെ എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്ന രൂപത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുക.